ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു എഗ് റോസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ എഗ് റോസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ അളവിൽ, വളരെ കുറച്ച് മാത്രം, ഈ ഒരു അളവിൽ 1 ടീസ്പൂൺ അളവിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിപ്പോൾ ഒരു 4 മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം മുട്ട വേണോ അതിനനുസരിച്ചിട്ട് പുഴുങ്ങിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ 4 ഇതിലേക്ക് ചേർക്കാം. മുട്ട ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടിയാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. പിന്നെ നമുക്ക് വേണ്ടത് ഈ മുട്ടയ്ക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടിയാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ചെറുതായിട്ട് നമുക്ക് ഒന്ന് വറുത്ത് കൊടുക്കാം. ചെറിയ രീതിയിൽ മാത്രം ഇതൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അപ്പോഴത്തേക്കും നമ്മുടെ മുട്ടയിലേക്ക് നല്ലതുപോലെ മസാല പിടിച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഈ രീതിയിലല്ലാതെ നമ്മൾ സാധാരണ ഇപ്പോൾ ഉള്ളിക്കറി തയ്യാറാക്കിയതിന് ശേഷം അതിലേക്ക് മുട്ട ഇടുമ്പോഴത്തേക്കും മുട്ട ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്തിരിക്കും. അതായത് അതിൽ മസാലയൊന്നും പിടിക്കാതിരിക്കും. പക്ഷെ ഇങ്ങനെ തയ്യാറാക്കുമ്പോഴത്തേക്കും മുട്ട നന്നായിട്ട് മസാലയ്ക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ചെറിയ രീതിയിലൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. ഇപ്പോൾ തന്നെ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഒന്ന് കളറൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മതിയാവും. ഇനി കൂടുതൽ സമയം ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിപ്പോൾ ഇത് എടുക്കുകയാണ്. ഇതുപോലെ നമ്മുടെ മുട്ടയെല്ലാം ഇപ്പോൾ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പെട്ടെന്ന് തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഗ്രേവിയും കൂടി ചെയ്തെടുക്കാം. വീണ്ടും നമുക്ക് അതേ കടായിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്തവണ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എത്രത്തോളം സവാള എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് വേണം എണ്ണ ചേർക്കാനായിട്ട്. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 3-4 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു 2 ഏലയ്ക്ക, കുറച്ച് കറുവാപ്പട്ടയും കൂടി പൊടിച്ചത്. അപ്പോൾ ഇത്രയും നമുക്കിതിലേക്ക് ചേർക്കാം. എപ്പോഴും കുറച്ച് മസാലകൾ ചേർക്കുമ്പോഴാണ് നമ്മുടെ മുട്ട റോസ്റ്റിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ചെറിയ രീതിയിൽ ഒന്ന് വറുത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് വറുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് സവാളയും കൂടിയാണ്. ഞാനിപ്പോൾ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ സൈസിലുള്ള സവാള ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. നീളത്തിനല്ല അരിഞ്ഞിട്ടുള്ളത്, ഇതുപോലെ കുട്ടി കുട്ടി പീസാക്കിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗോൾഡൻ കളറിൽ നിന്ന് കുറച്ചുകൂടി ഡാർക്കായിട്ട് വരണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നവരെ നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റണം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. അപ്പോൾ ഇത് വഴണ്ട് വരാനും ആവശ്യമായിട്ടുള്ള എണ്ണ നമ്മൾ ചേർത്ത് കൊടുത്തേക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത അത്രയും എണ്ണ തന്നെ ധാരാളമാണ്. ഇനിയിപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്കാണ് തയ്യാറാക്കുന്നതെങ്കിൽ കുറച്ച് എണ്ണ തന്നെ മതിയാവും. അത്രയും എണ്ണ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് വഴണ്ട് കിട്ടിക്കോളും. പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളിപ്പോൾ സവാള എല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ മുട്ട റോസ്റ്റിന് നല്ലൊരു കളറ് കിട്ടും. അതുപോലെ തന്നെ ചെറിയൊരു സ്വീറ്റ്നെസ്സും ഒരു പ്രത്യേക ടേസ്റ്റിലുമാണ് നമുക്കിത് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നല്ലതുപോലെ കളറ് മാറുന്നവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടി നമുക്ക് വഴറ്റാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും, ഇത്രയും ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. ഞാനിപ്പോൾ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണിത്. 1 ടേബിൾ സ്പൂൺ അളവിൽ. നമ്മളിപ്പോൾ നേരത്തെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും സമയം വഴറ്റുന്ന ഈ സമയം കൊണ്ട് തന്നെ ഇതെല്ലാം കരിഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ് ഇതുപോലെ ഒന്ന് പകുതി അളവിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിത് ഇഞ്ചി വെളുത്തുള്ളിയും ചേർക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ബാക്കി വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി. അപ്പോൾ എരിവ് വളരെ കുറവായതിൻ്റെ പേരിലാണ് 2 ടീസ്പൂൺ അളവിൽ ചേർക്കുന്നത്. നമ്മളിതിലേക്ക് പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി.
പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടിയാണ്. മല്ലിപ്പൊടി ഒരുപാട് വേണ്ട, ഈ ഒരു അളവിൽ മാത്രം മതിയാവും. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകം പൊടിച്ചതും കൂടി. നമ്മൾ ഈ പെരുംജീരകം പൊടി ചേർക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ മുട്ട റോസ്റ്റിന് കിട്ടുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതും കൂടിയാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൂടി ചേർക്കാം. ഇത്രയും ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം നമ്മുടെ മസാലയുടെയൊക്കെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ മാത്രം ചെറിയ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമ്മളിപ്പോൾ സാധാരണ എഗ് റോസ്റ്റ് തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ച് ടേസ്റ്റ് വ്യത്യസ്തമായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകുന്ന നല്ലൊരു ടേസ്റ്റിലുള്ള ഒരു എഗ് റോസ്റ്റാണ്. ഇതുപോലെ നമ്മുടെ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം നമ്മളിതുപോലെ ഒന്ന് വറുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ടൊമാറ്റോ സോസും കൂടിയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് തക്കാളി ചേർക്കുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മളിതിലേക്ക് ടൊമാറ്റോ സോസ് ചേർക്കുന്നത്. ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഗ്രേവി വളരെ കുറച്ചായിട്ട് മാത്രമായിരിക്കും തോന്നുന്നത്. ഇല്ല, ഇതിലേക്ക് നമ്മളിതിലേക്ക് ഇനി വെള്ളം ചേർക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഗ്രേവി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളിതിന് വേണ്ടിയിട്ടുള്ള മസാല കൂട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട്. തക്കാളി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. അത് ഇതിന് മുൻപേ ചേർക്കണം. നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് കിട്ടേണ്ടതാണ്. പക്ഷേ നമ്മൾ ടൊമാറ്റോ സോസിൽ തയ്യാറാക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സ്വീറ്റ്നെസ്സും ഒരു ചെറിയ പുളിപ്പൊക്കെ ആയിട്ട് അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഇതുപോലെ എല്ലാം ഞാനിപ്പോൾ വഴറ്റി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയാണ്. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉണ്ടായിരുന്നതിൽ നിന്നും വെള്ളമൊക്കെ ചേർക്കുമ്പോൾ ഇതുപോലെ ഇത്രയും ഗ്രേവി ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. നല്ല കട്ടിയായിട്ടുള്ള ഗ്രേവി ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് തിളച്ചിട്ട് വരട്ടെ. ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ടൊന്ന് തെളിച്ച് വരികയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ വരട്ടിയെടുത്ത് വെച്ചിരുന്ന നമ്മുടെ മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ ചെറുതായിട്ട് ഞാനൊന്ന് വരഞ്ഞു കൊടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അതാകുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേവി എല്ലാം നമ്മുടെ മുട്ടയിൽ നന്നായിട്ട് പിടിച്ചിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. മുട്ടയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയും കൂടിയാണ്. അപ്പോൾ മല്ലിയിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ഒരു 2 മിനിറ്റ് നന്നായിട്ടിരുന്ന് തിളക്കട്ടെ. ഒരു മീഡിയം ഫ്ലെയിം വെച്ചിരുന്നാൽ മതിയാവും. മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ എഗ് റോസ്റ്റ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാവും. 1-2 മിനിറ്റ് ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് തിളച്ചിട്ട് വരികയാണ്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല കട്ടിയായിട്ട് കുറുകിയ ഗ്രേവിയും അതുപോലെ തന്നെ നമ്മുടെ മുട്ടയിലേക്ക് നല്ല മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ എഗ് റോസ്റ്റ് തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ചേരുവകളാണ് നമ്മളിതിലേക്ക് മാറ്റിയിട്ടുള്ളത്. പക്ഷേ നമ്മളിത് ഒരാൾക്ക് ചെയ്ത് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അവർ ചോദിക്കും ഇത് എങ്ങനെയാണിത് തയ്യാറാക്കിയെന്ന്. അപ്പോൾ അതിൽ കിട്ടുന്ന ആ ഒരു സന്തോഷമാണ് നമുക്ക് വലുത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കുകയും വേണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.